ഫ്രൂട്ടേ നിന്നെ ഞാൻ തീറ്റിച്ച് തരടി. കുറെ നാളെ നീ തുടങ്ങിയിട്ട് നിന്നെ ഞാൻ പഴം പുഴുങ്ങി തീറ്റിയാം. എവിടേക്കാ നീ ചുരിദാറൊക്കെ ഇട്ടിരിക്കണേ? നിന്നെ ആരെങ്കിലും പെണ്ണ് കാണാൻ വരണുണ്ടോ? നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറെ നാളായി ഞാൻ സഹിച്ചു കൂട്ടണേ. ലക്ഷ്മി വെറുതെ അല്ലേടെ നിനക്കൊക്കെ കുരങ്ങുന്ന പേരിട്ടത്. എന്തെങ്കിലും കാണിച്ചങ്ങോട്ട് ചാടാൻ പറഞ്ഞാ അങ്ങോട്ട് ചാടും. വിളിച്ചു കൂവിട്ടൊന്നും ഒരു കാര്യമില്ല. നിന്നെ വിടുന്ന പ്രശ്നമില്ല കുരങ്ങിന്റെ മോളെ. ആഹാ, ഈ കുരങ്ങായിരുന്നോ? എന്തിയെ വലുവിന്റെ കാറ്റ് പോയോ? അതൊന്നും അല്ലെങ്കിൽ വന്നേ. പിന്നെന്താ? വേഗം വാ. വേഗം പോ. ആ കിഴവനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടാൻ നോക്ക്. നീ പറഞ്ഞു വിട്ടോ, ഞാൻ പറഞ്ഞു പറഞ്ഞാ മതി. അതല്ലെന്നേ, അയാളുടെ ഒരു അർത്ഥം വെച്ച് നോട്ടും ചിരിയും. അയാളിപ്പോ അവിടെ ഉണ്ട്. കുളിക്കാൻ പോയിരിക്ക ഇപ്പൊ വരും. ചേട്ടൻ എന്താ ഇവിടെ കാര്യം എന്നോട്. എനിക്ക് നോക്കി ചൊറിഞ്ഞു വന്നതാ. പോണ്ടെന്ന്. ഇനി അത് മതി അയാൾക്ക് ചേച്ചിയോട് പോയി പറഞ്ഞു കൊടുക്കാൻ. വന്നപ്പോ തന്നെ ടോർച്ചിനകത്ത് പഴമ്പുഴങ്ങനെ വിദ്യ കണ്ടു. ഇതെന്താ ജീവനുള്ള ചാക്കോ? ഇതെന്ത് മായാപുരിയോ? അങ്ങനെ പോവാ. ഞാനും നിന്നെ കൊണ്ട് പറഞ്ഞല്ലേ. പോവാ പോവാ പോവാ. തിരിഞ്ഞു വെക്കോളൂ. അന്ന് കാണാതായ കുരങ്ങ് പുഴക്കരയ്ക്കടുത്തുള്ള ഓട്ട് കമ്പനിയിൽ ഉണ്ടെന്ന്. അങ്ങോട്ട് അതാണോന്നറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി. പക്ഷെ അത് നമ്മുടെ കുരങ്ങല്ല, വേറെ അതൊരു ചാവാലി കുരങ്ങ്. ഇത് പറയാനാ ഓടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതല്ല, നമ്മുടെ സുഗുണഗുരു ആശാന്റെ കുറച്ച് കാശ് വാങ്ങിച്ചോണ്ട് എല്ലാം പറഞ്ഞു. അവനെവിടെ ഉണ്ട്? ചായക്കടയുണ്ടെന്ന് പറയുന്നത് പ്രത്യേകം പറഞ്ഞു. കുരങ്ങനെ കിട്ടാതെ ഇങ്ങോട്ട് വരത്തില്ല എന്ന് ഒരേ വാശി. മാധവൻ കൊണ്ട് വിളിച്ചാവാൻ വരും. എത്ര ദിവസം വെച്ചാ അവിടെ എവിടെ വിളിച്ച് താമസിക്കുന്നത്? അല്ല, അത് ഞാനും പറഞ്ഞു നോക്കിയതാ. തൽക്കാലം കുരങ്ങില്ലെങ്കിലും സുഗുണഗുരു ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. സുഗുണഗുരു ഇല്ലെങ്കിലും കുരങ്ങി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയാല്ലേ. ആ വാസുവേട്ടൻ എന്ന് വരുന്നാ പറഞ്ഞത്? എന്നോടൊന്നും പറയാറില്ലല്ലോ. ഗോവയ്ക്കെന്നും പറഞ്ഞ് പോയതാ. എനിക്കാണെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും ആദ്യം മാധവൻകുട്ടിയെ. ചേച്ചി പേടിക്കാതിരിക്കുക. എനിക്കും ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോണമെന്നില്ല. പിന്നെ വേറൊന്നുമല്ല, കല്യാണം കഴിക്കാൻ പോകുന്ന ഓരോ പെൺകുട്ടിക്കും മനസ്സിൽ ഒരുപാട് മോഹങ്ങളുണ്ടാവും. ഇതുവരെ എനിക്കായി ഒന്നും ഞാൻ സമ്പാദിച്ചിട്ടില്ല. സ്വന്തം എന്ന് പറയാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എന്താ മാധവൻകുട്ടി നീ ഇങ്ങനെയെല്ലാം പറയണത്? കല്യാണം കഴിഞ്ഞ് വന്നാൽ ഒരു നല്ല സാരി പോലും ചിലപ്പോൾ എനിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലെന്ന് വരും. ഞാനൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. എന്താ മോളേത്? കരയില്ലേ? കൊരങ്ങന്റെ കയ്യിൽ കുഞ്ഞികൃഷ്ണനെ കിട്ടിയാൽ എന്നൊരു പഴമൊഴി ഉണ്ടേ. അങ്ങനൊരു പഴമൊഴി ഉണ്ടോ? ആ ഉണ്ട്, പക്ഷെ അതിപ്പോഴാ ഒത്തത്. ഈ കൊരങ്ങന്മാർക്ക് തീരെ വിവരമില്ലാന്ന് എനിക്കിപ്പോഴാ ബോധ്യായ. ആന ഭേദോട്ടോ. ഔ, എന്താ ഒരു താഴ്ച, അസല് വെള്ളവും. അസുഖം മാറിയ നേരെ ഇല്ലത്തേക്ക് പോവല്ലേ? പിന്നെ നോം നേരെ കടയിലേക്ക് വരുമല്ലോ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഓ വാടി. ഇതൊരു ഒഴിയാബാധയായല്ലോ ദൈവമേ. ഇന്ന് ഡിസ്ചാർജ് ആവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കുഞ്ഞിഷ്ണ ആശുപത്രിയിലായത് കാരണം പാവ സുമതി ചായക്കടയിൽ കഷ്ടപ്പെടുവാവും. അങ്ങനെയല്ല, അങ്ങനെ പാട്. ചേട്ടാ ഇത് ഏത് രാഘവ? മോള് പാടിയ രാഗത്തിന്റെ പേര് എരുമരാഗം എന്ന് പറയും.
അങ്ങനെയല്ല. സാരേ ഗമ. അങ്ങനെയല്ല. സാരേ സാരി സാരേ. സാരി. എന്നെ ശ്രദ്ധിക്കൂ, ഇനി തെറ്റിക്കരുത്. ഇത് അവസാനത്തെയാ. സാരേ ഗമ ബഹുമാനം വേണ്ട, ഇരുന്ന് പാടൂ. സാരേ ഗമ തനിക്ക് പാട്ട് വെച്ചിട്ട് നടത്താനുള്ള സ്ഥലം വരെ അറിയാം. ചേട്ടാ, അത് താൻ മിച്ചം തിന്ന് ഇവിടെ കയറി ഇറങ്ങിയത് ഇതിനായിരുന്നല്ലേ? നീ കൂടെ അറിഞ്ഞോണ്ടായിരുന്നു. ഏതായാലും ഇത്രയാ സ്ഥിതിക്ക് ഇനി ഇത് വെച്ച് നീട്ടണ്ട. നീ ആ മാധവൻ കുട്ടി ഇങ്ങോട്ട് വരാൻ പറ. ഇതെങ്ങനെ നടന്നോട്ടെ, ഇല്ലേ ചെലവാ. കാര്യമൊക്കെ പിന്നെ. ഇന്ന് പുറപ്പെട്ട മറ്റന്നാ ഗോവയിലെത്താം. അന്ന് തന്നെ ജോലിയിൽ ജോയിൻ ചെയ്യാം. ആയിക്കോട്ടെ. നീ പോയി നിന്റെ തുണിയൊക്കെ എടുത്തു. അവളങ്ങ് ജോലിക്ക് പോകുന്നില്ല. നീ അകത്ത് പോ. കൂടെ ആരും ഇല്ലാതെ ഊരും പേരും വരാത്തൊരു നാട്ടിലേക്ക് എന്ത് വിശേഷം അവളെ വിടുന്നേ? ഞാനെല്ലാം കേട്ടോണ്ട് നിൽക്കായിരുന്നു. സാറിന് വേറൊന്നും തോന്നരുത്. അവളെ അയക്കാൻ പറ്റില്ല. മസിൽ പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വീട്ടിലെ പെണ്ണുങ്ങളെ നിലയ്ക്ക് നിർത്തണം. ഞാനിപ്പോ പോകുന്നു. അടുത്ത ആഴ്ച തിരിച്ചു വരും. അന്ന് ഇങ്ങനെ സംഭവിക്കരുത്. നീ അവളെ അയക്കില്ല അല്ലേ? എനിക്ക് ഒരുത്തിയുടെ അനുവാദം വേണ്ട അവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. ഞാനോ ഇങ്ങനായി. ഇനി എന്റെ അനിയത്തോട് ജീവിതം കൊണ്ട് തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആര് തകർത്തെന്നാണ് പറയണേ? അവൾക്കൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. ഒരു ജോലി ശരിയാക്കിയപ്പം അവളെ അയക്കില്ലെന്നു. അവക്ക് വരാൻ മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നേ? വരില്ല എന്ന് അവള് പറഞ്ഞു. ദേ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാലുണ്ടല്ലോ. വേണ്ട വേണ്ട, നിന്റെ ഒരു ന്യായവും എനിക്ക് കേൾക്കണ്ട. ആ വലിവും വെച്ച് അയാൾ പറഞ്ഞത് കേട്ടപ്പോ എന്റെ തൊലി പൊള്ളിപ്പോയി. നിന്റെ കല്യാണക്കാര്യം നാട്ടുകാർ പറഞ്ഞല്ല ഞാൻ അറിയേണ്ടത്. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നാൽ ആദ്യം എന്റെ അടുത്തല്ലേ പറയേണ്ടത്? അപ്പൊ സമ്മതിച്ചില്ലെങ്കിലോ? ഇപ്പഴും സമ്മതിച്ചിട്ടൊന്നുമില്ല. സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അവളെ കെട്ടില്ല. ഒറ്റ വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ. പിന്നെ എന്തിനാ അവളെ മോഹിപ്പിച്ചത്? അപ്പൊ സമ്മതിച്ചോ? ശരി, ഇവന്റെ കാര്യം. ആശാൻ പേടിക്കണ്ട. ആശാന്റെ കഴിഞ്ഞിട്ട് കെട്ടുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിരിയാം. ഇറങ്ങി വരാനല്ലോ വാസു. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ അനിയത്തി. എന്നോട് നമ്മൾ പറഞ്ഞിട്ടില്ലേ ആപത്തിൽ പഠിച്ചു എന്നെ കൈവിടൂലെന്ന്? ഇനി ഇവക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആ വാസു ഏത് കോലത്തിലാ തിരിച്ചു വരാന്ന് ആര് കണ്ട്? എടോ, ഇവന്റെ പെണ്ണല്ലേ ഇത്? ഇവളിപ്പൊ തന്നെ ഇവൻ പെരക്ക് കൂട്ടിക്കോട്ടെ. പിന്നെ എന്താ അതിന്റെ ചടങ്ങ് കാര്യങ്ങളൊക്കെ നമ്മൾ സൗകര്യം പോലെ ചെയ്യാം. ചേട്ടാ, ആ വണ്ടിയിലിരുന്ന് താടിക്കാരൻ എന്നെ കൊല്ലാൻ നടക്കണ അയാൾ എന്നെ കണ്ടു.
ഞാൻ വീട്ടിൽ പോയാ എന്നെ കിട്ടാൻ വേണ്ടി എന്റെ പപ്പയും മമ്മയും അയാൾ കൊല്ലും. അതുകൊണ്ടാ ഞാൻ വീട്ടിൽ പോകാത്ത. നിന്നെ എന്തിനാ അവര് കൊല്ലണേ? പറയൂ ബോബി, എന്തിനാ അവര് കൊല്ലാൻ നടക്കണേ? ഇനി നീ നാട്ടിലേക്ക് പോണത് ശരിയല്ല. നമ്മൾ തമ്മിലുള്ള ബന്ധം മറ്റുള്ളവർ അറിഞ്ഞ സ്ഥിതിക്ക് അത് കൂടുതൽ ആപത്തുകൾ ഉണ്ടാക്കും. അതിനു മുമ്പ് ആ പയ്യനെ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അവനെ കത്തിച്ച് ചാമ്പലാക്കിയാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു.